അച്ചു ചേച്ചി തൈരുണ്ടോ? പാത്രം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതെന്റെ പാത്രം. കഴിഞ്ഞതാണ് നിന്നോട് ഞാൻ മോര് മേടിക്കാൻ വന്നപ്പോ പറഞ്ഞാണോ സ്വന്തം പാത്രം കൊണ്ടുവരണമെന്ന്. ചേച്ചി ത്രെഡ് ചെയ്താ പാത്രം എന്താ? ചേട്ടൻ എന്തേ ചേച്ചി? പുറത്തുപോയി. ഇന്നും വഴക്കായിരുന്നോ? രാവിലെ ഭയങ്കര ഒച്ചയൊക്കെ കേട്ടല്ലോ. ചേട്ടൻ്റെയോ? ഏയ് ചേച്ചിയുടെ. പതിവുള്ളൊക്കെ തന്നെ. പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. പാവം ചേച്ചി. എടി, അവരുടെ അച്ഛൻ അവർക്കായിട്ടൊരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. 10-25 കൊല്ലം അങ്ങേര് പോയി കിടന്ന് ഉണ്ടാക്കിയതാ. എന്തേലും കാര്യമായിട്ട് ഇല്ലാണ്ടിരിക്കുവോ? ശരിയാ പിള്ളേ. എന്ത് ശരി? ഈ 3 എണ്ണം ഒരുമിച്ച് പോയാലും അത് തരൂണെന്ന വക്കീല് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ വിൽപത്രം കാണാൻ പറ്റുമോന്ന് ചോദിച്ചാ പറ്റില്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഞാനൊരു വക്കീലാണേലും തികഞ്ഞ വിശ്വാസിയാണേ. എനിക്ക് ഭയമുണ്ട്. നിങ്ങൾ 2 മക്കളല്ലല്ലോ, 3 എണ്ണം ഇല്ലേ? വിൽപത്രത്തിൽ എഴുതിയേക്കണത് അനുസരിച്ചില്ലേച്ചാ നിയമാവില്ല. നിങ്ങളുടെ അച്ഛനാവും ആദ്യം എന്നെ ശിക്ഷിക്കുക. ഒരു ചോരയല്ലേ, ചോരക്ക് ചോരയെ തിരിച്ചറിയാൻ കഴിയും. അതിന് നിങ്ങളുടെ അച്ഛനൊരു നിമിത്തമായി എന്ന് കരുതുക. അതിന്റെ വാശിപ്പുറത്ത് കയറി വന്നത് ഇന്നലെ രാവിലെ. ഞാൻ അത്രയെങ്കിലും ഒച്ച എടുത്തോണ്ട് ആ കൃഷ്ണേട്ടനെ കൂട്ടിക്കൊണ്ട് സാമൂട്ടിനെ കാണാൻ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ കാര്യം നടക്കാനായിട്ട് അവൻ തന്നെയാ നല്ലത്. ഈ അമേരിക്കയും ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? നിന്റെയൊക്കെ ചേട്ടൻ ഈ നാട്ടിൽ സംസാരിക്കുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഞാൻ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരിക്കുന്നു. അതങ്ങ് മനസ്സറിഞ്ഞ് നടത്തിയേക്കാന്ന് കരുതി സാംകുട്ടി. നീ നമ്മളോട് സംസാരിക്കുക. എടാ, ഇത്ര വലിയ മനസ്സുള്ള നീയൊക്കെ അടക്കിൻ്റെ തന്നെയാടാ കാണിച്ചത്. കിഴക്കോട്ടിരുന്ന് കർമ്മം ചെയ്യാൻ പറഞ്ഞപ്പോൾ നീയൊക്കെ 3 ദിക്കിലേക്ക്. സാംകുട്ടി അളിയ, നീ എങ്ങനെയൊന്ന് ഒരു 1.5 ലിറ്ററും 2 കോഴി ബിരിയാണിയും സെറ്റാക്കാൻ പറ്റുമോ? വേണ്ട, 1 ലിറ്റർ ഒരു കോഴി ബിരിയാണി ആയാലും തരാം. 1.5.